ഓം സദ്ഗുരുവേ നമഃ. ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര, ഗുരുസാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരുവേ നമഃ. തിരുവല്ലം ക്ഷേത്രത്തിൻ്റെ പാലത്തിൻ്റെ മുകളിൽ ഒരു അമ്മയുണ്ടായിരുന്നു. കൈ നിറച്ച് കുപ്പിയുളയിട്ട്. നമ്മളെ കേരളത്തിലുള്ളതല്ല, വടക്കേ ഇന്ത്യക്കാരിയാണ്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ രാവിലെ നോക്കുമ്പോൾ പാലത്തിൻ്റെ താഴെയുള്ള ഒരു മുസ്ലിമിൻ്റെ വീടാണത്. അവിടെ വന്ന് ഇങ്ങനെ മുറ്റം തൂത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ ഉണർന്ന് നോക്കുമ്പോൾ ഒരു സ്ത്രീ മുറ്റം തൂക്കുന്നു, ആരും പറയാതെ തന്നെ തുറപ്പെടുത്ത് തൂത്തുകൊണ്ടിരിക്കുക അതിരാവിലെ. അപ്പോൾ അവിടുത്തെ വീട്ടുകാരനും ഭാര്യയും കൂടെ വെളിയിറങ്ങിച്ചു. എന്താണെന്ന് അവർ ഹിന്ദിയിലാണ് കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ വേറൊന്നും പറഞ്ഞില്ല. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് തിരുവല്ലം ക്ഷേത്രത്തിൻ്റെ മറു സൈഡിലുള്ള ആറ്റിൻ്റെ കരയിൽ ഒരു തിട്ടയുണ്ടായിരുന്നു. ആ തിട്ടയിൽ അവർ കിടക്കുകയായിരുന്നു. ഒരു കുടിൽ പോലെ വെച്ച് ആരൊക്കെ വെച്ച് കെട്ടിക്കൊടുത്തതാണ്, ഭക്തന്മാരെല്ലാം വന്ന് കെട്ടിക്കൊടുത്തതാണ്. ഒരു കട്ടിലിൽ കിടക്കുകയായിരുന്നു. എനിക്കൊരു ദിവസം അമ്മയെ കാണണമെന്നും പറഞ്ഞ് ഞാൻ അവിടെ ചെന്നപ്പോഴേ അവിടെ ചപ്പാത്തി രാവിലെ കൊടുത്തു ഒരു ഭക്തൻ. ആ ചപ്പാത്തി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു കഷ്ണം ചപ്പാത്തി വന്നു. ഞാൻ കഴിച്ചപ്പോൾ വേറെ ഭക്തർ അവിടെ വന്ന് നിന്നുകൊണ്ട് പറയേ, അത് മലം നാറുന്നല്ലോ ആ ചപ്പാത്തി. ഞാൻ പറയും എനിക്ക് തോന്നിയില്ല, അത് ഭസ്മമായിട്ടാണ് തോന്നുന്നത്. ഞാൻ കഴിച്ചു. അതിന് മാങ്ങ ഉണ്ടായിരുന്നു, അത് എനിക്ക് ചെത്തിയ മാങ്ങ തന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആറ്റുകടവിൽ ഇറങ്ങി കുറേ പച്ചില, വള്ളിയുള്ള പച്ചില അമ്മ പറിച്ച് എൻ്റെ കയ്യിൽ തന്നു. അത് വീട്ടിൽ ഞാൻ കൊണ്ടുവന്ന് കെട്ടിയിരുന്ന സമയത്ത് ഒരു 3-4 ആഴ്ച അത് കേടുകൂടാതെ തന്നെ ഇരിക്കുകയായിരുന്നു. അത്രമാത്രം ദിവ്യത്വമായ രീതിയിൽ ആ ദർശനം മാത്രം നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം, ഒരു ദേവി രൂപത്തിലാണ് കാണുന്നത്. ആ അമ്മയുടെ ആശ്രമം ഇന്ന് നമ്മുടെ തിരുവല്ലത്ത് പോകുന്ന വഴി, പാപ്പനംകുളം തിരുവല്ലത്ത് പോകുന്ന വഴിയിൽ ഒരു അമ്മയുടെ ശിഷ്യനായിട്ട് വന്നുകൊണ്ടിരുന്ന അദ്ദേഹം അവിടെ ഒരു ആശ്രമം പോലെ കണ്ട് അമ്മയുടെ ഈ സമാധി പോലും നേരിട്ട് കാണാൻ സാധിച്ചു അദ്ദേഹത്തിന്. അങ്ങനെ അവിടെ ഇപ്പം വളരെയധികം ഭക്തന്മാർ വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ അവധൂതന്മാർ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്, പലരും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എല്ലാവരെയും കാണാൻ സാധിച്ചിട്ടില്ല. കണ്ടവരെല്ലാം തന്നെ ഇതുപോലൊരു കാര്യങ്ങൾ എപ്പിസോഡ് മുഖാന്തരം ആളുകൾ ശ്രദ്ധിക്കും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞങ്ങളിത് പറയുന്നത്. അവധൂതന്മാരെ പറ്റി പറയുന്ന സമയത്ത് മായിയമ്മ എന്ന് പറഞ്ഞ ഒരമ്മ കന്യാകുമാരിയിലുണ്ടായിരുന്നു. വർഷങ്ങളോളം കടലിലാണ് കിടക്കുന്നത്. ശരീരം മുഴുക്കെ ഒരു കുഷ്ഠരോഗി ആയതുപോലെ തോന്നും. ശരീരമൊക്കെ ഉപ്പുവെള്ളത്തിൽ കിടന്ന്, ഈ മാങ്ങ എങ്ങനെയാണോ ഉപ്പുവെള്ളത്തിൽ കിടന്ന് ആകുന്നത് അതുപോലെ അമ്മയുടെ ശരീരമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആൾക്ക് ഇഷ്ടപ്പെടില്ല, മുഖവും ശരീരമൊക്കെ. പക്ഷേ അമ്മ ഭയങ്കരമായി ദിവ്യത്തോടൊരു അമ്മയായിരുന്നു. ആ അമ്മ രാത്രിയാകുമ്പോൾ ഇവിടെ മരുത്തോമലയിൽ സ്വാമിയെ കാണാൻ എത്തുമായിരുന്നു. നയനാസ്വാമിയെ കാണാൻ അവിടെ എത്തുമായിരുന്നു. പരമേശ്വരനും പാർവതി എന്നുമാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അവർ മരുത്തോമലയുടെ മുകളിൽ വെളുത്ത ദിവസം അവരവിടെ വരുന്നു, കാണുന്നു. ചുവട് ഈ ചെരുങ്ക സൗണ്ട് കേട്ടിട്ടുണ്ട്. ആ രീതിയിൽ അമ്മ അവിടെ കഴിഞ്ഞുകൂടി. അമ്മയുടെ കുറേ പട്ടികൾ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു. ഭക്തന്മാർ ചെന്ന എല്ലാവരെയും അമ്മ ഉൾക്കൊള്ളുമില്ല. എനിക്ക് പോയ അനുഭവം എന്ന് പറയുന്നത്, ഞാനും എൻ്റെ ഭാര്യയും മകനും ഉണ്ടായിരുന്നു. അമ്മ അകത്ത് വിളിച്ച്, അപ്പം നമുക്ക് അകത്ത് ചെന്ന് അമ്മയിരുന്ന് ആ പ്രസാദം വാങ്ങിക്കാനായിട്ട് പഴഞ്ഞവിടെ ഇങ്ങനെ ഒരു മനസ്സിന് പ്രയാസം തോന്നി. എനിക്ക് തോന്നിയില്ല, പക്ഷേ എൻ്റെ കൂടെ വന്നവർക്കൊക്കെ തോന്നി എങ്ങനെ കഴിക്കുമെന്ന്. കൈ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു രീതിയായിരുന്നു, കുഷ്ഠരോഗം പിടിച്ച കൈ പോലിരുന്നു. പക്ഷേ അമ്മ പഴം ഇങ്ങനെ കൈ കൊണ്ട് ഞകടി നമുക്ക് വായിക്കകത്ത് വെച്ച് തന്ന് 3 പേർക്കും സന്തോഷമായി കഴിക്കാൻ സാധിച്ചു. അപ്പം അവിടെ ഉണ്ടായിരുന്ന രാജേന്ദ്രൻ എന്ന് പറഞ്ഞ അമ്മയുടെ ഒരു കൂടെ നിൽക്കുന്ന ഒരു ഭക്തനുണ്ടായിരുന്നു, ത്രിപുളമേക്കാരനാണ്. അദ്ദേഹം നമ്മളുടെ പറഞ്ഞ് നിങ്ങൾക്ക് എന്തായാലും ദർശനഭാഗ്യം പുണ്യമാണ് കിട്ടിയിരിക്കുന്ന അമ്മയുടെ കരസ്പർശം ഏറ്റ പ്രസാദം കഴിക്കാൻ സാധിച്ചത് എന്ന് പറഞ്ഞു. ഞാൻ എല്ലാ വർഷവും അമ്മയുടെ സമാധി പീഠം അവിടെ ഉണ്ട്. സമാധി അവിടെ അല്ലെങ്കിലും സമാധി പീഠം കടലിൻ്റെ തീരത്തുണ്ട്. അമ്മയെപ്പറ്റി വളരെയധികം പല സ്ഥലങ്ങളിലും അമ്മയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അവിടുത്തെ ഹോട്ടലുകളിലൊക്കെ രാവിലെ കയറി ചെന്ന് കഴിഞ്ഞാൽ ആദ്യം അമ്മയ്ക്ക് ആഹാരം കൊടുത്തിട്ട് അവിടെ ഉള്ളൊരു ബാക്കിയുള്ളവർ കൊടുക്കുകയുള്ളൂ. അത്രമാത്രം അവിടെ ഐശ്വര്യ ദേവതയായിരുന്നു. യഥാർത്ഥത്തിൽ കന്യാകുമാരി ദേവിയാണ് അമ്മ, അതിന് സംശയമൊന്നുമില്ല. ആ അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്. പൂജപ്പുര ഗോപാലപിള്ള സ്വാമി
ഒരു മഹാനായ ദിവ്യനായിരുന്നു അദ്ദേഹം ഇവിടെ നിന്ന് പൂജപ്പുരയിൽ നിന്നും രാത്രിയാകുമ്പോൾ നടന്ന് പൂന്തറ, അവിടെ അന്ന് ശ്മശാനമായിരുന്നു പൂന്തറ, അവിടെ കാട്ടിൽ, അവിടെ രാത്രി പോയി വളരെയധികം രാത്രി പോയി ഇരിക്കും അദ്ദേഹം. ഇവിടെ നിന്നും തിരിച്ച് നടന്നു പോയാണ് അവിടെ പോയിരിക്കുന്നത്. അദ്ദേഹത്തിന് അങ്ങനെ വളരെയധികം ദിവ്യത്തുള്ളൊരു മഹാനായിരുന്നു പൂജപ്പുര ഗോപാലുള്ള സ്വാമി. അദ്ദേഹം മണക്കാട് ഒരു ആശ്രമത്തിൻ്റെ ഗോസ്വാമി ആശ്രമത്തിൻ്റെ തറക്കല്ലിട്ടത് അദ്ദേഹമായിരുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ പുസ്തകം അരുൾമൊഴികൾ എന്ന പുസ്തകം കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കിയിട്ടുണ്ട്. നല്ലൊരു അദ്ദേഹം വേദാന്തമാണ്, അത് വായിച്ച് മനസ്സിലാക്കാൻ വളരെയധികം പ്രയാസമുള്ളതാണ്. കടുകട്ടി പ്രയോഗമാണെങ്കിലും അത് മനസ്സിലാക്കി വായിച്ച് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ജീവിതത്തിൽ വളരെയധികം കാര്യങ്ങളും നേട്ടങ്ങളും ഉണ്ടാവാനും സംശയമൊന്നുമില്ല. അങ്ങനെ ഗോപാലുള്ള സ്വാമിയുടെ ആശ്രമം വട്ടിയൂർക്കാവ് 3-ാം മൂടെന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ ആശ്രമമുള്ളത്. അദ്ദേഹത്തിൻ്റെ സമാധിയും അവിടെയുണ്ട്.